കൂജന്തം രാമ രാമേതി മധുരം മധുരാക്ഷരം. നമസ്കാരം, ഗ്രാമ്യ വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. വെള്ളം ഇറങ്ങി, പുള്ളിലെ വിനോദസഞ്ചാര മേഖല ഉണർന്നു. മതിലകത്ത് ഓട്ടോ ഡ്രൈവറെ ആക്രമിച്ച് പരിക്കേൽപ്പിച്ച കേസിലെ പ്രതിയെ അറസ്റ്റ് ചെയ്തു. തൃപ്പയാർ ജലോത്സവത്തിന്റെ സംഘാടക സമിതി ഓഫീസ് ഉദ്ഘാടനം ചെയ്തു. വാർത്തകൾ വിശദമായി. വെള്ളം കയറിയതിനെ തുടർന്ന് അടച്ചിട്ടിരുന്ന തൃശൂരിലെ വിനോദസഞ്ചാര കേന്ദ്രമായ മനക്കൊടി പുള്ളു മേഖല വീണ്ടും ഉണർന്നു. കൊട്ടവഞ്ചി അടക്കമുള്ള സർവീസുകൾ പുനരാരംഭിച്ചു. വഞ്ചി സർവീസ് നടത്തുന്ന KLDC കനാലിൽ 1/2 കിലോമീറ്റർ ദൂരം 1,00,000-ലധികം രൂപ സ്വന്തം കയ്യിൽ നിന്ന് ചെലവഴിച്ച് കുളവാഴയും മറ്റും നീക്കം ചെയ്ത് വിനോദസഞ്ചാരികൾക്കായി സൗകര്യമൊരുക്കിയിരിക്കുന്നത് പുള്ളിലെ വഞ്ചിക്കാരൻ ഷാജിയാണ്. പ്രകൃതി രമണീയമാണ് മനക്കൊടി പുള്ള പാടശേഖരം. അരിമ്പൂർ, ചാഴൂർ പഞ്ചായത്തുകൾ അതിർത്തി പങ്കിടുന്ന പ്രദേശത്തെ വിനോദസഞ്ചാര മേഖല. തട്ടുകടയിലെ ഭക്ഷണ വൈവിധ്യങ്ങൾ ആസ്വദിക്കാനും ശാന്തമായ അന്തരീക്ഷത്തിൽ സമയം പങ്കിടാനും ആളുകൾ സുഹൃത്തുക്കളുമായും കുടുംബവുമായും ഒഴുകിയെത്തുന്നിടം. തൃപ്പയാറിൽ നിന്ന് തൃശ്ശൂരിലേക്ക് എളുപ്പവഴി എന്നതിനാൽ ഈ റൂട്ടിലൂടെ സഞ്ചരിക്കുന്നവരും അനവധി. വെള്ളം കയറി റോഡ് അടച്ചതിനെ തുടർന്ന് 2 മാസമായി ഇവിടെ വിനോദസഞ്ചാരികൾ എത്തിയിരുന്നില്ല. റോഡിലെ വെള്ളം ഇറങ്ങിയെങ്കിലും KLDCയുടെ കനാലിൽ കുളവാഴ, കരിവാരി, പായൽ എന്നിവ നീക്കം ചെയ്യുന്ന പ്രവൃത്തികൾ പൂർത്തീകരിച്ചിട്ടില്ല. തട്ടുകടകൾ തുറന്നതോടെ സഞ്ചാരികളും എത്തിത്തുടങ്ങി. ഇതോടെ പുള്ളിലെ വഞ്ചിക്കാരൻ എന്നറിയപ്പെടുന്ന പുള്ള സ്വദേശി വന്നേരി വീട്ടിൽ ഷാജി 1,00,000-ലധികം രൂപ സ്വന്തം കയ്യിൽ നിന്ന് ചിലവഴിച്ചാണ് ചാലിലെ തടസ്സങ്ങൾ നീക്കിയത്. ആഴ്ചകൾക്ക് മുൻപ് സമീപത്തുള്ള പാടശേഖരത്ത് കുളിക്കാനിറങ്ങിയ വിദ്യാർത്ഥികളിൽ ഒരാൾ മരിച്ചിരുന്നു. ബാക്കി 3 പേരെ രക്ഷപ്പെടുത്തിയത് ഷാജിയുടെ കൊട്ടവഞ്ചികൾ എടുത്തുപയോഗിച്ചാണ്. വീണ്ടും റീഓപ്പൺ ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഇത് നിർത്തിക്കൊണ്ട് പായലെല്ലാം പിടിച്ചിട്ട് ആകെ പ്രശ്നങ്ങളായിരുന്നു. ഏകദേശം നമുക്ക് പായൽ മാറ്റാൻ തന്നെ 52,000 രൂപ ഹിറ്റാച്ചി കൊടുത്തു. 2 ഹിറ്റാച്ചിയും 2 ആളുകളും വഞ്ചിയും വന്നിട്ടാണ് 3 ദിവസം കൊണ്ടാണ് വെളുപ്പാക്കിയത്. അപ്പോൾ റോഡ് മുങ്ങിയതുകൊണ്ടാണ് നമുക്ക് അടയ്ക്കേണ്ടി വന്നത്, അല്ലാതെ വേറെ പ്രശ്നം ഉണ്ടായിരുന്നില്ല. പിന്നെ ഇതിൻ്റെ ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ 2 മാസം അടഞ്ഞെടുക്കുമ്പോഴും ഇവിടെ വഞ്ചികളുള്ളത് കൊണ്ട് ഇവിടെ അപകടം എന്ന് പറഞ്ഞു. ഇവിടെ തൊട്ടപ്പുറത്ത് പാടശേഖരത്തിൽ 4 കുട്ടികൾ വെള്ളത്തിൽ നീന്താൻ പോയിട്ട്. അപ്പോൾ ഞാൻ പോലും ഇല്ലാണ്ട് ഇവിടെ തട്ടുകടലുണ്ട് ചേട്ടൻ വന്നിട്ട് ഇവിടെ വഞ്ചി എടുത്തുകൊണ്ടായിട്ട് അവർ രക്ഷിച്ചു. നിയമാനുസൃതമായ അംഗീകാരത്തോടു കൂടിയാണ് ഇവിടെ കൊട്ടവഞ്ചികൾ സർവീസ് നടത്തുന്നത്. 6 കൊട്ടവഞ്ചി, 4 പെഡൽ ബോട്ട്, 2 കയാക്കിംഗ് എന്നിവ ഇവിടുത്തെ ജലവിനോദങ്ങളാണ്. 10 പേർ ഇതുമായി ബന്ധപ്പെട്ട ഇവിടെ ജോലിയും ചെയ്യുന്നുണ്ട്. ലൈഫ് ജാക്കറ്റുകളും ലൈഫ് ഗാർഡുമാരും വിനോദസഞ്ചാരികളുടെ സുരക്ഷയ്ക്കായി ഒരുക്കിയിട്ടുണ്ട്. തികച്ചും ടൂറിസം മാനദണ്ഡങ്ങൾ പാലിച്ചാണ് ഇവിടുത്തെ പ്രവർത്തനങ്ങൾ. ഇതൊരു ടൂറിസം മേഖലയാക്കി വികസിപ്പിക്കണം എന്നുള്ള ആഗ്രഹത്തിൻ്റെ ഭാഗമായിട്ട് തന്നെ അതിനാവശ്യമായ പ്രവർത്തനങ്ങൾ കുറച്ച് കാലങ്ങളായി അതിനാവശ്യമായ ഒരു പദ്ധതി തന്നെ നമ്മൾ തയ്യാറാക്കിയിട്ടുണ്ട്. അത് ടൂറിസം ഡെസ്റ്റിനേഷൻ ചാലഞ്ച് ഗവൺമെൻറ്റിൻ്റെ ഒരു പ്രോഗ്രാം കൂടിയാണ്. ടൂറിസം ഡെസ്റ്റിനേഷൻ ചാലഞ്ച് എല്ലാ പഞ്ചായത്തുകളിലും ടൂറിസത്തിൻ്റെ സാധ്യതകളുള്ള പഞ്ചായത്തുകളിലൊക്കെ തന്നെ കേന്ദ്രങ്ങൾ അതിനാവശ്യമായിട്ടുള്ള സഹായം ഗവൺമെൻറ് നൽകാമെന്ന് പറഞ്ഞിരുന്നു. ഒരു ഓഫർ ഉണ്ടായിരുന്നു. അതിൻ്റെ ഭാഗമായിട്ട് തന്നെ ചാഴൂർ പഞ്ചായത്ത് അതിനുവേണ്ടി ശ്രമം നടത്തി. ഗവൺമെൻറ് നമുക്ക് തരുന്ന പൈസയുടെ ഒരു 60% സംഖ്യ ഗവൺമെൻറ് ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റും 40% സംഖ്യ പഞ്ചായത്തും വഹിച്ചുകൊണ്ട് ഇതിൻ്റെ ടൂറിസത്തിനാവശ്യമായിട്ടുള്ള പദ്ധതി തയ്യാറാക്കണമെന്ന് നമ്മൾ അങ്ങനെ തീരുമാനിച്ചു. സംരംഭം ഇതിനോടകം തന്നെ ധാരാളം ആളുകൾ അത് ആസ്വദിക്കുകയും കൊട്ടവഞ്ചി യാത്ര നടത്തിയിട്ടുണ്ട്. കയാക്കിംഗ് അടക്കമുള്ള സംവിധാനങ്ങൾ ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. കൂടാതെ ഇതിനൊക്കെ ശക്തി പകരുന്ന രീതിയിൽ നമ്മുടെ സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ ഒരാശയം ടൂറിസം ഡെസ്റ്റിനേഷൻ ചാലഞ്ച് എല്ലാ ഗ്രാമപഞ്ചായത്തുകളും അവരുടെ തനത് വരുമാനം വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി ടൂറിസം മേഖലകളെ പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടി നടത്തിയ ഉദ്യമത്തിൻ്റെ ഭാഗമായി ചാഴൂർ ഗ്രാമപഞ്ചായത്ത് അതിൻ്റെ പുറകിൽ നമ്മുടെ ഭരണസമിതിയുടെ തുടക്കം തൊട്ട് അതിനുള്ള ശ്രമങ്ങൾ നടത്തി വരുന്നതാണ്. സമീപത്ത് തന്നെ ഭക്ഷണ വൈവിധ്യങ്ങൾ നൽകുന്ന 7 തട്ടുകടകളുമുണ്ട്. സായന്തനങ്ങളിൽ ഇളം കാറ്റേറ്റ് ഓളപ്പരപ്പുകളിൽ സഞ്ചരിച്ച് വയറു നിറയെ വ്യത്യസ്ത വിഭവങ്ങൾ ആസ്വദിച്ച് മടങ്ങുകയാണ് ഓരോ സഞ്ചാരിയും ഇവിടെ. അതിനുശേഷം ഇപ്പോൾ റീഓപ്പൺ ചെയ്തിരിക്കുകയാണ്. വീണ്ടും ആ ഒരു കൊതിമുത്ത്
വീണ്ടും ഞാനിങ്ങോട്ട് വന്നിരിക്കുകയാണ്. വളരെ മനോഹരമായ ഒരു യാത്ര തന്നെയാണ് ഇത്. ഇതിൽ യാത്ര ചെയ്തില്ലെങ്കിൽ ഒരു വലിയൊരു നഷ്ടം തന്നെയാണ് പുള്ളുകാർക്ക്. ഈ പുള്ള് എന്ന് പറയുന്ന സ്ഥലത്താണ് ഇത് ഉള്ളത്. എൻ്റെ വീട് ഈ വടൂക്കരയാണ്. ഇത് നമ്മുടെ ബ്രോയാണ്, ഷാജി ബ്രോ ആണ്. എന്തായാലും ഷാജി ബ്രോ വിളിച്ചാൽ വരാതിരിക്കാൻ പറ്റില്ല. ഇന്ന് ഉദ്ഘാടനമാണെന്ന് പറഞ്ഞപ്പോൾ വന്നപ്പോൾ വീണ്ടും ഞാനൊന്ന് കയറട്ടെ എന്ന് ചോദിച്ചപ്പോൾ തീർച്ചയായും ജയിൽ സാർ അതിൽ കയറണം, ഉദ്ഘാടനം ചെയ്യാൻ നമ്മുടെ മെമ്പർ വന്നിരിക്കുന്നു. അപ്പോൾ എന്തായാലും ഷാജി ചേട്ടന് എല്ലാവിധ ആശംസകളും. ഈ കാണുന്ന എല്ലാ പ്രേക്ഷകരും ഇവിടെ വന്ന് കൊട്ടവഞ്ചിയിൽ കയറണം. മതിലകത്ത് ഓട്ടോ ഡ്രൈവറെ ആക്രമിച്ച് പരിക്കേൽപ്പിച്ച കേസിലെ പ്രതിയെ അറസ്റ്റ് ചെയ്തു. പാപ്പിനിവട്ടം സ്വദേശി അടിപ്പറമ്പിൽ വീട്ടിൽ കലേഷിനെയാണ് മതിലകം പോലീസ് അറസ്റ്റ് ചെയ്തത്. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. ഇക്കഴിഞ്ഞ വെള്ളിയാഴ്ച ഓട്ടോ ഡ്രൈവറായ പാപ്പിനിവട്ടം ചിറയിൽ സ്വദേശി താഴിശ്ശേരി വീട്ടിൽ സുരേഷ് കുമാറിനെയാണ് ഇയാൾ മർദ്ദിച്ചത്. കലേഷ് പലപ്പോഴായി ഓട്ടോറിക്ഷയിൽ പോയതിനുള്ള വാടക ചോദിച്ച് വീട്ടിലേക്ക് ചെന്നതിലുള്ള വൈരാഗ്യത്തിലാണ് സുരേഷിനെ മർദ്ദിച്ചത്. കലേഷ് മതിലകം, കൊടുങ്ങല്ലൂർ, കാട്ടൂർ പോലീസ് സ്റ്റേഷനുകളിലായി വധശ്രമം, അടിപിടി എന്നിങ്ങനെയുള്ള 6 ക്രിമിനൽ കേസുകളിലെ പ്രതിയാണ്. മതിലകം പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ MK ഷാജി, SI പ്രദീപൻ, ASIമാരായ പ്രജീഷ്, വഹാബ്, വിനയൻ, GS CPOമാരായ ഗോപകുമാർ, ജമാൽ എന്നിവരാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത്. വടനപ്പള്ളി ലയൺസ് ക്ലബ്ബ് അംഗങ്ങൾ അന്തിക്കാട് സാന്ത്വനം സ്പെഷ്യൽ സ്കൂളിലെ വിദ്യാർത്ഥികളോടൊപ്പം ഒരു ദിവസം ചിലവഴിച്ചു. ലയൺസ് ഡിസ്ട്രിക്ട് ഗവർണർ T. ജയകൃഷ്ണൻ പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു. ക്ലബ്ബ് പ്രസിഡന്റ് KS സീൻകുമാർ അധ്യക്ഷനായി. ഡിസ്ട്രിക്ട് സെക്രട്ടറി MC മദനകുമാർ, ഡേവിഡ്, സ്പെഷ്യൽ ചിൽഡ്രൻ ഡിസ്ട്രിക്ട് കോർഡിനേറ്റർ പീതാംബരൻ രാരമ്പത്ത്, സോൺ ചെയർപേഴ്സൺ PB സുനിൽകുമാർ, സോൺ ലേഡി അമൃത ജയപ്രകാശ്, സെക്രട്ടറി റലീഷ് രവീന്ദ്രൻ, സാന്ത്വനം മാനേജിംഗ് ട്രസ്റ്റി MP ഷാജി, ട്രഷറർ TG സുധാകരൻ എന്നിവർ സംസാരിച്ചു. വിദ്യാർത്ഥികൾ വിവിധ കലാപരിപാടികൾ അവതരിപ്പിച്ചു. തുടർന്ന് സദ്യയും നൽകി. റീജിയണൽ ചെയർപേഴ്സൺ ശ്രീകുമാർ കളരിക്കൽ, ക്ലബ്ബ് മെമ്പർമാരായ ജയപ്രകാശ് ചക്കാമടത്തിൽ, CB സുനിൽകുമാർ, MV ബിജിത്ത്, MV ബാലകൃഷ്ണൻ, KK മദനൻ, മോഹൻ റോയ്, സുപ്രിയ മോഹൻ റോയ്, KR മോഹനൻ, KS അനന്തശയനൻ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. MV ബിജിത്ത്, കാർത്തിക ബിജിത്ത് എന്നിവരാണ് പരിപാടികൾ സ്പോൺസർ ചെയ്തത്. എന്നെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു വർഷം ഈ ഒരു പ്രോഗ്രാം വളരെ ഭംഗിയായിട്ട് ചെയ്യണമെന്നുകൂടെ ഉദ്ദേശിക്കുന്ന ഒരു വ്യക്തിയാണ്. ഇത് വേറൊന്നുമല്ല, എൻ്റെ മോള് സഹൃദയ കോളേജിൽ കൊടകരയുള്ള സഹൃദയ കോളേജിലെ മോള് സൈക്കോളജിയാണ് എടുത്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ബാംഗ്ലൂരില് ക്രൈസ്റ്റ് യൂണിവേഴ്സിറ്റിയില് അവൾ ഉപരിപഠനത്തിന് പോയത് എടുത്തത് ക്ലിനിക്കൽ സൈക്കോളജിയാണ്. അതിനുശേഷം ഇന്റേൺഷിപ്പിനും ഒക്കെ ബന്ധപ്പെട്ടിട്ടുള്ള ഇങ്ങനെ ചാലഞ്ചിലായിട്ടുള്ള സ്കൂളുകളിലായിരുന്നു. എന്നാൽ ഇപ്പോൾ പഠിത്തമെല്ലാം കഴിഞ്ഞ് ജോലി ചെയ്യുന്നത് ബാംഗ്ലൂരിലുള്ള ഇതേപോലുള്ള ഒരു സ്കൂളിലാണ്. കേരള വ്യാപാരി വ്യവസായ ഏകോപന സമിതി തളിക്കുളം യൂണിറ്റിന്റെ 41ാം വാർഷികവും മർച്ചന്റ് വെൽഫെയർ സൊസൈറ്റിയുടെ 38ാം വാർഷികവും തളിക്കുളം സർവീസ് സഹകരണ ബാങ്ക് ഹാളിൽ വെച്ച് നടന്നു. വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജില്ലാ ജനറൽ സെക്രട്ടറി NR വിനോദ് കുമാർ വാർഷികത്തിന്റെ ഉദ്ഘാടനവും വെൽഫെയർ സൊസൈറ്റി യോഗത്തിന്റെ ഉദ്ഘാടനം ജില്ലാ വൈസ് പ്രസിഡന്റ് KK ഭാഗ്യനാഥും നിർവഹിച്ചു. പ്രസിഡന്റ് EG ചന്ദ്രബോസ് അധ്യക്ഷത വഹിച്ചു. SSLC, +2 പരീക്ഷകളിൽ ഫുൾ A+ നേടിയ വ്യാപാരികളുടെ മക്കൾക്ക് ക്യാഷ് അവാർഡ് നൽകി ആദരിച്ചു. മർച്ചന്റ് വെൽഫെയർ സൊസൈറ്റി സെക്രട്ടറി PM ഖാദർ കുഞ്ഞ്, മഹിളാ വിംഗ് പ്രസിഡന്റ് GJ രാധാകൃഷ്ണൻ, സെക്രട്ടറി KK ഹംസ, ലോഹിതാക്ഷൻ എന്നിവർ സംസാരിച്ചു. അതുപോലെ കൺസ്യൂമർ ഉൽപ്പന്നങ്ങൾ വിൽക്കുന്ന സ്ഥാപനങ്ങൾ മുമ്പ് എത്ര ഉൽപ്പന്നം വിറ്റിരുന്നത്? മുമ്പ് ഒരു കടയിൽ വന്ന 25 ഉൽപ്പന്നം ഉണ്ടാവും. ഇപ്പോഴോ 100 കണക്കിന് കമ്മോഡിറ്റീസ് ആണ്, 100 കണക്കിന് ഉൽപ്പന്നങ്ങളാണ്. അപ്പൊ ഇത് ആളുകൾ കൂടുതൽ വാങ്ങിച്ചു കൂട്ടുകയാണ്. ഒരു മാസം 2000-3000 എസ്റ്റാബ്ലിഷ്മെന്റ് കോസ്റ്റ് വന്നിരുന്ന ഒരു ഫാമിലി കുടുംബത്തിൽ ഇപ്പൊ 10,000 കണക്കിന് രൂപയാണ് ആളുകൾ ചെലവ് ചെയ്യുന്നത്, അല്ലേ? കുറെ ഓൺലൈൻ കൊണ്ടുപോകട്ടെ, കുഴപ്പമില്ല. പക്ഷെ നമ്മുടെ ബിസിനസ് ട്രഡീഷണൽ ബിസിനസ് ആണ്. താന്യം ഗ്രാമപഞ്ചായത്ത് 2025-26 വർഷത്തെ ജനകീയാസൂത്രണം വഴി വിതരണം ചെയ്യുന്ന പച്ചക്കറി തൈകളുടെയും പച്ചക്കറി വിത്തുകളുടെയും വിതരണോദ്ഘാടനം കൃഷിഭവനിൽ വെച്ച് നടത്തി. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശുഭ സുരേഷ് വിതരണോദ്ഘാടനം നടത്തി. വൈസ് പ്രസിഡന്റ് OS അഷറഫ് അധ്യക്ഷനായി. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ ഷൈനി ബാലകൃഷ്ണൻ, സിജോ പുലിക്കോട്ടിൽ, ഷീജ സദാനന്ദൻ, മെമ്പർമാരായ ആൻഡോ തൊറയൻ, മീന സുനിൽ, ശ്രീകല സന്തോഷ്,
രഹന പ്രജു, പ്രജീഷ, രജീഷ്, കൃഷി ഓഫീസർ രൺദീപ്, സ്റ്റാഫ് ഗോപാലകൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. വഴുതിന, മുളക്, തക്കാളി, കൊത്തമര എന്നിവയുടെ തൈകളും മത്തൻ, കുമ്പളം, വെള്ളരി, പടവലം, പാവൽ, വെണ്ട വിത്തുകളുമാണ് വിതരണം നടത്തിയത്. കർഷകർക്ക് പച്ചക്കറി തൈ, അതുപോലെ തന്നെ കൃഷിക്ക് അനുയോജ്യമായ സ്ഥലം ഉണ്ടാക്കുന്നതിനുള്ള പൈസ, ഗ്രോ ബാഗിന് പകരം HDP പോട്ട്, പല ആളുകൾക്കും ഓരോരുത്തരുടെ വീടുകളിൽ 3 സെൻറ്റ് സ്ഥലമൊക്കെ ഉള്ള ആളുകൾക്ക് പച്ചക്കറി തൈ വെച്ച് പിടിപ്പിക്കാനായിട്ട് സൗകര്യമില്ലാത്തതിൻ്റെ അടിസ്ഥാനത്തിൽ HDP പോട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ നിരവധി തെങ്ങിന് വളം, ഇപ്രാവശ്യം തെങ്ങിൻ്റെ വളം നമ്മൾ നേരത്തെ തന്നെ ആഗസ്റ്റ് 20 കൂടിയിട്ട്. തിരുവോണനാളിൽ നടക്കുന്ന തൃപ്പയാർ ജലോത്സവത്തിന്റെ സംഘാടക സമിതി ഓഫീസിന്റെ ഉദ്ഘാടനം നടന്നു. തൃപ്പയാർ ക്ഷേത്രം റോഡിൽ ഹരേരാമ ഷോപ്പിംഗ് കോംപ്ലക്സിൽ ആരംഭിച്ച ഓഫീസ് CC മുകുന്ദൻ MLA ഉദ്ഘാടനം ചെയ്തു. ചെയർമാൻ PM അഹമ്മദ് അധ്യക്ഷത വഹിച്ചു. അന്തിക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KK ശശിധരൻ, താന്യം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശുഭ സുരേഷ്, നാട്ടിക ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് MR ദിനേശൻ, ജനറൽ കൺവീനർ പ്രേമചന്ദ്രൻ വടക്കേടത്ത്, താന്യം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അഷറഫ്, നാട്ടിക ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് രജനി ബാബു, പഞ്ചായത്ത് അംഗങ്ങളായ സിജോ പുലിക്കോട്ടിൽ, ആൻഡോ തൊറയൻ, CS മണികണ്ഠൻ, അന്തിക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ TB മായ, CK കൃഷ്ണകുമാർ, ബെന്നി തട്ടിൽ, PC ശശിധരൻ, MB പവനൻ എന്നിവർ പങ്കെടുത്തു. ജനങ്ങളുടെ ഉത്സവമാക്കി മാറ്റിയെടുക്കുക എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട നമ്മുടെ ആവശ്യം. മുൻകാലങ്ങളിൽ അങ്ങനെ ജനങ്ങളുടെ ഉത്സവമാക്കി മാറ്റിയെടുക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. അതിനെ ചില കാര്യങ്ങളൊക്കെ നമ്മുടെ ഇതിൻ്റെ സമിതി കമ്മിറ്റി ഓഫീസുമായിട്ട് പ്രവർത്തനമായിട്ട് കാര്യക്ഷമമായി നടന്നു പോയിരുന്നു. എന്തായാലും ജപ്പാൻ കരാത്തെ ദോക്കേന്യു റിയു തൃശൂർ ജില്ലാ കളർ ബെൽറ്റ് ഗ്രേഡിംഗ് കഴിമ്പ്രം BPM SNDP സ്കൂളിൽ നടന്നു. CC മുകുന്ദൻ MLA കുട്ടികൾക്ക് ബെൽറ്റും സർട്ടിഫിക്കറ്റും നൽകി ഉദ്ഘാടനം നിർവഹിച്ചു. കരാട്ടെ അധ്യാപകൻ PD സുരേന്ദ്രൻ, വാർഡ് മെമ്പർ ഷൈൻ നെടിയിരിപ്പിൽ, VV ചിദംബരൻ മാസ്റ്റർ, സ്കൂൾ PTA പ്രസിഡന്റ് രമേശ് പള്ളത്ത എന്നിവർ സംസാരിച്ചു. വാചകങ്ങൾ പറയണം എന്ന് ആഗ്രഹിച്ചു. ആ ഒരിക്കൽ മാത്രമല്ല, നമ്മുടെ ഈ മണപ്പുറം ഈ പ്രദേശത്ത് നമ്മുടെ കുട്ടികൾക്ക് ഏതു കാലത്തും മെച്ചപ്പെട്ട വിദ്യാഭ്യാസപരമായ പരിശീലനവും അതുപോലെ തന്നെ കായിക പരിശീലനവും നടക്കുന്നൊരു മേഖലയാണ്. ആ മേഖലയിൽ നിന്ന് നമുക്ക് പല കാര്യങ്ങൾക്കും അനുഭവത്തോടെ മുന്നോട്ട് പോകേണ്ടതുണ്ട്. ഒരു പ്രതിരോധി ഇങ്ങനെ മദ്യം നീട്ടിക്കൊണ്ട് പോകുന്നില്ല. ഇപ്പം നമ്മുടെ പെൺകുട്ടികളാണെങ്കിൽ നമ്മളെ എവിടെയെങ്കിലും വെച്ച് തടഞ്ഞു നിർത്തി ഒരു പുരുഷനാവട്ടെ വേറെ ആരാവട്ടെ നമ്മളോട് എതിർത്ത് വന്നാൽ അവരെ തട്ടിമാറ്റി അവർക്ക് കൊടുക്കേണ്ടത് കൊടുക്കാൻ കഴിയുന്ന ഒരു പരിശീലനമാണ് ഇതുമായി ബന്ധപ്പെട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. അതുപോലെ തന്നെ നമ്മുടെ കുട്ടികളായിട്ടുള്ള പുരുഷന്മാരായിട്ടുള്ള കുട്ടികളും ഇതുപോലെ ചില സ്ഥലങ്ങളിൽ വെള്ളവും അപകടകരമായ സ്ഥിതിവിശേഷം നമ്മുടെ മേഖലയിൽ ഉണ്ടാകുമ്പോൾ നാട്ടിക അന്തിക്കാട്ട് കുടുംബ കൂട്ടായ്മ ഓണാഘോഷം ഓണനിനവ 2025ന്റെ ഭാഗമായി കുരുന്നുകൾക്കായി ഉണ്ണിവര എന്ന പേരിൽ ചിത്രരചനാ മത്സരം നടത്തി. മത്സരത്തിൽ അംജിത്ത് 1ാം സമ്മാനവും അമൈൻ കാർത്തിക് 2ാം സമ്മാനവും കൃഷ്ണ മഹേശ്വർ 3ാം സമ്മാനവും നേടി. പങ്കെടുത്ത എല്ലാ ഉണ്ണികൾക്കും പ്രോത്സാഹന സമ്മാനവും നൽകും. ഓണത്തോടനുബന്ധിച്ച് പൂക്കള മത്സരം, മറ്റു വിവിധ മത്സരങ്ങളും സംഘടിപ്പിക്കുമെന്ന് പ്രോഗ്രാം കമ്മിറ്റി കൺവീനർ മധു തനിമ പറഞ്ഞു. പ്രകാശൻ AS, പ്രശാന്ത് AV, വിഷ്ണു സത്യൻ, സതീശൻ, ഉണ്ണികൃഷ്ണൻ, ഷിമ പ്രശാന്ത്, കവിത പ്രകാശൻ, ഷീജ ഹരിലാൽ, ലതാകൃഷ്ണൻ എന്നിവർ നേതൃത്വം നൽകി. ഇടവേള. നാട്ടിക എഡ്യൂക്കേഷണൽ സൊസൈറ്റി ആർട്സ് ആൻഡ് സയൻസ് കോളേജ് NES തൃപ്രയാർ 22 വർഷമായി ഉന്നത വിജയ നിലവാരം നിലനിർത്തുന്ന പ്രശാന്തസുന്ദരമായ തൃപ്രയാർ പുഴയോരത്തെ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനമാണ് നാട്ടിക എഡ്യൂക്കേഷണൽ സൊസൈറ്റി ആർട്സ് ആൻഡ് സയൻസ് കോളേജ് NES. Affiliated to Calicut University, approved by Government of Kerala and AICTE. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ സെൽഫ് ഫിനാൻസിംഗ് കോഴ്സുകളായ BCom കോഓപ്പറേഷൻ, BCom ഫിനാൻസ്, BBA, BCA എന്നീ കോഴ്സുകൾക്ക് പുറമെ ഈ അധ്യയന വർഷം മുതൽ PG കോഴ്സായ MCom NES കോളേജിൽ ആരംഭിക്കുന്നു. കുട്ടികളുടെ കലാകായിക അഭിരുചി പ്രോത്സാഹിപ്പിക്കുന്നതിനോടൊപ്പം തികഞ്ഞ അച്ചടക്കം, മികവുറ്റ അധ്യാപകർ, വിപുലമായ ലൈബ്രറി, സുസജ്ജമായ കമ്പ്യൂട്ടർ ലാബ്, വിശാലമായ ഫുഡ് ഹൗസ്. നാട്ടിക എഡ്യൂക്കേഷണൽ സൊസൈറ്റി ആർട്സ് ആൻഡ് സയൻസ് കോളേജ് NES തൃപ്രയാർ. എപ്പോഴാ ഈ കറക്കം തുടങ്ങിയേ? അത് ഈ ലാപ്ടോപ്പും മൊബൈലും ഒക്കെ നോക്കുമ്പോഴേ ഡോക്ടറെ. ഇത് ബഫറോഫിയ. അയ്യോ, പരിഹാരം ഉണ്ട്.
വട്ടം ചുറ്റിക്കുന്ന ബ്രോഡ്ബാൻഡിൽ നിന്നും സൂപ്പർ സ്പീഡുള്ള കേരള വിഷനിലേക്ക് മാറൂ. കേരള വിഷൻ, കേരളാസ് #1 ബ്രോഡ്ബാൻഡ് സർവീസ്. വാർത്തകൾ തുടരുന്നു. സിംഗപ്പൂരിൽ വെച്ച് നടന്ന സുവോ ഇന്റർനാഷണൽ കോമ്പിനേഷനിൽ വെള്ളി മെഡൽ കരസ്ഥമാക്കിയ ഷിഫാനെ CC മുകുന്ദൻ MLA വീട്ടിലെത്തി അനുമോദിച്ചു. വലപ്പാട് സ്വദേശിയായ ഷെജീബിന്റെ മകനാണ് ഷിഫാൻ. കടൂർ അൽബാബ സെൻട്രൽ സ്കൂളിലെ 10ാം തരം വിദ്യാർത്ഥിയാണ്. CPI നാട്ടിക മണ്ഡലം സെക്രട്ടേറിയറ്റ് അംഗം AG സുഭാഷ്, ലോക്കൽ കമ്മിറ്റി അസിസ്റ്റന്റ് സെക്രട്ടറി രാജൻ പട്ടാട്ട്, നാട്ടിക മണ്ഡലം കമ്മിറ്റി അംഗം VR മോഹൻദാസ്, വസന്ത ദേവലാൽ, സീന കണ്ണൻ, റഹ്മത്ത് അലി, കണ്ണൻ വലപ്പാട് എന്നിവരും ആദരവ് ചടങ്ങിൽ പങ്കെടുത്തു. നാട്ടിക ലയൺസ് ക്ലബിന്റെയും സ്മാർട്ട് കെയർ മെഡിക്കൽ സെന്റർ തളിക്കുളത്തിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ തളിക്കുളം കുന്നത്ത് പള്ളിയങ്കണത്തിൽ മെഗാ മെഡിക്കൽ ക്യാമ്പ് നടത്തി. അഹല്യ കണ്ണാശുപത്രിയുടെ ആഭിമുഖ്യത്തിൽ കണ്ണുപരിശോധനാ ക്യാമ്പും അശ്വിനി ആശുപത്രിയിലെ എലിരോഗ വിദഗ്ധൻ ഡോക്ടർ വിഷ്ണുവിന്റെ നേതൃത്വത്തിൽ ഓർത്തോ വിഭാഗം പരിശോധനയും സ്മാർട്ട് കെയർ മെഡിക്കൽ സെന്ററിന്റെ ആഭിമുഖ്യത്തിൽ ജനറൽ മെഡിക്കൽ വിഭാഗം പരിശോധനകളും നടത്തി. ലയൺസ് ക്ലബ് നാട്ടികയുടെ പ്രസിഡന്റ് പവിത്രൻ, സെക്രട്ടറി അക്ബർ അലി കയ്യാലാസ്, EJ ബൈജു, ട്രഷറർ TR വിജയരാഘവൻ, TU സുഭാഷ് ചന്ദ്രൻ, വാസൻ കോഴിപ്പറമ്പിൽ, അനീഫ് റഹ്മാൻ, കുന്നത്ത മനോജ്, സ്മാർട്ട് കെയർ MD അബ്ദുൾ ജബ്ബാർ എന്നിവർ ക്യാമ്പിന് നേതൃത്വം നൽകി. നാട്ടിക ശ്രീനാരായണ കോളേജിൽ നിർമ്മാണം പൂർത്തീകരിച്ച PG ആൻഡ് റിസർച്ച് ബ്ലോക്ക് ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ഡോക്ടർ R ബിന്ദു ഉദ്ഘാടനം ചെയ്യും. CC മുകുന്ദൻ MLA അധ്യക്ഷത വഹിക്കും. കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി മുഖ്യാതിഥിയാവും. റൂസ 2.0 പ്രൊജക്ട് വഴി 2 കോടി രൂപയാണ് കോളേജിന് അനുവദിച്ചത്. 1 കോടി രൂപ PG ആൻഡ് റിസർച്ച് ബ്ലോക്കിന്റെ നിർമ്മാണത്തിനായി ലഭിച്ചു. 4000 മീറ്റർ സ്ക്വയർ വിസ്തൃതിയിലാണ് ബ്ലോക്കിന്റെ പണി പൂർത്തിയാക്കിയതെന്ന് പ്രിൻസിപ്പാൾ CT അനിത വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ബ്ലോക്കിൽ മുഴുവനായും ക്ലാസ് മുറികളാണ് സജ്ജമാക്കിയിട്ടുള്ളത്. കൂടാതെ സെമിനാർ ഹാൾ, രസതന്ത്ര വിഭാഗം, PG ലാബ്, ഓഡിറ്റോറിയം, ഗേൾസ് വെയിറ്റിംഗ് ഹാൾ, ആൺകുട്ടികളുടെ ടോയ്ലറ്റ് എന്നിവയുടെ നവീകരണവും റൂസ പ്രൊജക്ടിലൂടെ പൂർത്തീകരിക്കുവാൻ കഴിഞ്ഞതായി പ്രിൻസിപ്പാൾ പറഞ്ഞു. ഡോക്ടർ അനഭ ER, K വൈശാഖ് എന്നിവരും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. തൊഴിലാളികളെ നിരന്തരം ചൂഷണം ചെയ്യുന്ന സൊമാറ്റോ ഫുഡ് ഡെലിവറി കമ്പനിക്കെതിരെ തൃപ്പയാറിലെ തൊഴിലാളികൾ അനിശ്ചിതകാല സമരത്തിലേക്ക്. ഡെലിവറി തൊഴിലാളികളുടെ വരുമാനം ഘട്ടം ഘട്ടമായി കുറക്കുന്നത് അവസാനിപ്പിക്കുക, ഇൻസെന്റീവ് തുക പുനഃസ്ഥാപിക്കുക, കിലോമീറ്ററിന് നൽകുന്ന തുക വർദ്ധിപ്പിക്കുക, ജോലിക്കിടയിൽ അപകടം സംഭവിച്ചാൽ സൊമാറ്റോ കമ്പനി അവകാശപ്പെടുന്ന ഇൻഷുറൻസ് തുക തൊഴിലാളികൾക്ക് നൽകുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് സമരം. സൊമാറ്റോ തൊഴിലാളികളുടെ ജീവനും സുരക്ഷയ്ക്കും യാതൊരുവിധ വിലയും നൽകാതെയാണ് സൊമാറ്റോ തൊഴിലാളികളെ കൊണ്ട് പണിയെടുപ്പിക്കുന്നതെന്നും പൊള്ളയായ മോഹന വാഗ്ദാനങ്ങൾ നൽകി പുതുതായി വരുന്ന തൊഴിലാളികളെ സൊമാറ്റോ മാനേജ്മെന്റ് വഞ്ചിക്കുകയാണെന്നും സമരക്കാർ പറഞ്ഞു. തൃപ്പയാർ ബസ് സ്റ്റാൻഡിൽ നടന്ന പ്രതിഷേധ യോഗത്തിൽ അനിൽ, ശബരി, ഷിവാസ്, സായികുമാർ, ആദി, സന്തോഷ് എന്നിവർ സംസാരിച്ചു. നമ്മളിവിടെ കുറേ ദൂരം ഓടുന്ന വ്യക്തികളാണ്. ദിവസം 100, 150, 200 കിലോമീറ്റർ വരെയൊക്കെ ചില ദിവസങ്ങൾ ഓടുന്ന ദിവസങ്ങൾ ഞങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ അതിനുള്ള പൈസ നമുക്ക് ഇവിടെ കിട്ടുന്നില്ല. ഇത് നമ്മൾ ഓടിക്കഴിഞ്ഞാൽ കിട്ടുന്ന പൈസ നിന്നാണ് നമ്മളെടുത്തിട്ട് പെട്രോൾ അടിക്കുന്നത്. അപ്പോൾ ഒരു 200, 250, 300 രൂപ വരെ പെട്രോൾ അടിക്കുന്ന ആൾക്കാർ ഇവിടെ ഉണ്ട്. അപ്പോൾ അവർക്കൊന്നും കിട്ടാത്തൊരവസ്ഥയാണിത്. ഒന്നും കിട്ടില്ല. ശരിക്കും പറഞ്ഞു ഞങ്ങൾക്ക് ഉണ്ടായിരുന്ന ഇൻസെൻറ്റീവ്, മറ്റുള്ള ആനുകൂല്യങ്ങളൊക്കെ കമ്പനി ഇപ്പോൾ തടഞ്ഞു വെച്ചിരിക്കുകയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഞങ്ങൾ തിരിച്ച് കിട്ടാൻ വേണ്ടി ഞങ്ങൾ സമരത്തിലാണ് ഇപ്പോൾ. ശബരി, ഞാനിവിടെ ഇപ്പോൾ സൊമാറ്റോ ഓടി തുടങ്ങിയിട്ട് ചുരുക്കം മാസങ്ങളായിട്ടുള്ളൂ. പക്ഷേ ഇവിടെ 2-3 വർഷങ്ങളായിട്ട് ഓടുന്ന ആൾക്കാരും ഉണ്ട് ഇവിടെ. ഈ ഞങ്ങൾക്ക് ഡെയിലി കിട്ടിയത് ഒരു 300 രൂപ വെച്ചിട്ടാണ് ഞങ്ങൾക്ക് 13 ഓർഡറിന് 300 ഇൻസെൻറ്റീവ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതിപ്പോൾ വെട്ടിക്കുറച്ചിട്ട് ഞങ്ങൾക്ക് ഇൻസെൻറ്റീവ് ഇല്ല, ഓർഡർ ഏണിങ്സ് ഇല്ല, ഒന്നുമില്ല. ഞങ്ങൾ രാവിലെ ഈ മഴയും വെയിലും ഈ പൊടിയും കൊണ്ട് ഓടിയിട്ട് യാതൊരു ഉപകാരമില്ലാണ്ട് ഞങ്ങളിപ്പോൾ മുന്നോട്ട് പോകുന്നുണ്ട്. സനാതനധർമ്മ പാഠശാലയുടെ ആഭിമുഖ്യത്തിൽ രാമായണ മാസത്തോടനുബന്ധിച്ച് പുരാണങ്ങളെ ആസ്പദമാക്കി ക്വിസ് മത്സരം നടന്നു. തൃപ്പയാർ രാധാകൃഷ്ണ കല്യാണ മണ്ഡപത്തിൽ വെച്ചായിരുന്നു മത്സരം. മുതിർന്നവർക്കും UP വിഭാഗം, ഹൈസ്കൂൾ, +1, +2, ഡിഗ്രി എന്നീ വിഭാഗങ്ങളിൽ നടത്തിയ ക്വിസ് മത്സരത്തിന്റെ സമ്മാനദാനം തൃപ്പയാർ ദേവസ്വം മാനേജർ മനോജ് K നായർ നിർവഹിച്ചു. പ്രസിഡന്റ് മണികണ്ഠൻ, ജോയിന്റ് സെക്രട്ടറി ലളിത ശംഭുകുമാരൻ, ട്രഷറർ രാംകുമാർ എന്നിവർ പങ്കെടുത്തു. തൃപ്പയാർ ശ്രീരാമസ്വാമി ക്ഷേത്രത്തിലെ ഈ വർഷത്തെ രാമായണ മാസാചരണത്തോടനുബന്ധിച്ച് സനാതന ധർമ്മ പാഠശാലയുടെ നേതൃത്വത്തിൽ നടന്ന ക്വിസ് മത്സരത്തിൽ പങ്കെടുത്തവരും വിജയിച്ചവരെയുമാണ് എനിക്ക് മുമ്പിൽ കാണാൻ സാധിക്കുന്നത്. തീർച്ചയായും ഇതിന്റെ ഉദ്ഘാടന സമയത്ത് നമ്മൾ പറഞ്ഞിരുന്നു,
മഹത്തായ ഭാരതീയ പൈതൃകത്തിന്റെ ഗുണപാഠങ്ങൾ ഏറെയുള്ള നമ്മുടെ ഇതിഹാസങ്ങളെ കുട്ടികൾക്ക് കൂടി പരിചയപ്പെടുത്താനായാൽ ഏറെ നന്നായി എന്ന്. മലബാർ ഉപജില്ല സംസ്കൃത ദിനം സംസ്കൃതി 2025 ആചരിച്ചു. ബ്ലൂമിംഗ് ബഡ്സ് സ്കൂളിൽ മുൻ MLA പ്രൊഫസർ KU അരുണൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. തൃശ്ശൂർ വന്നിറങ്ങിയപ്പോൾ ജോലി കിട്ടിയില്ല. അന്നത്തെ പത്രത്തിലുണ്ട് കേരള കോളേജിൽ മലയാള MA തുടങ്ങുന്നു. എന്നാൽ അവിടെ നിന്ന് പോയി കളയാന്ന് വെച്ചു. ചെന്നപ്പോൾ അവിടെ കുട്ടികളില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ BSc എന്നെ കയറ്റുമെന്ന് ചോദിച്ചു. അതിനെന്താ താങ്കൾ കുട്ടികൾക്കോടാൻ പറഞ്ഞു. അങ്ങനെയാണ് ഞാൻ മലയാളം ഈ MAക്ക് പോകുന്നില്ല. പക്ഷെ സംഗതി വശാൽ MAക്ക് സെക്കൻഡ് ക്ലാസ്സൊക്കെ കിട്ടി. ഇപ്പം ഞാൻ ക്ലാസ്സിൽ പോവില്ല. ഞാൻ കുട്ടികളൊക്കെ കേടാൻ വേണ്ടി പറയുന്നതാണ്. ഞാൻ ക്ലാസ്സിൽ പോവില്ല. അങ്ങനെ ക്ലാസ്സിൽ പോകാണ്ടായപ്പോൾ എന്നെ പഠിപ്പിക്കുന്ന കൽപ്പറ്റ ബാലകൃഷ്ണ മാഷ് റിസൾട്ട് വന്നപ്പോൾ എന്ന് പറഞ്ഞാൽ കോളേജിലെ മാഷന്മാർക്ക് ആദ്യം കിട്ടുമല്ലോ റിസൾട്ട്. മലബാർ ഉപജില്ല വിദ്യാഭ്യാസ ഓഫീസർ KV അമ്പിളി അധ്യക്ഷത വഹിച്ചു. SNV UP സ്കൂൾ മാനേജർ EA സുഗതകുമാർ മുഖ്യാതിഥിയായിരുന്നു. കവിയും മാധ്യമപ്രവർത്തകനുമായ K ദിനേശ് രാജ സംസ്കൃത ഭാഷയുടെ മഹത്വത്തെക്കുറിച്ച് പ്രഭാഷണം നടത്തി. SNV UP സ്കൂളിൽ 36 വർഷം സർവീസിലുണ്ടായിരുന്ന റിട്ടയർഡ് അധ്യാപിക PK ഇന്ദിര ടീച്ചറെ ചടങ്ങിൽ ആദരിച്ചു. സംസ്കൃത കൗൺസിൽ വൈസ് ചെയർമാൻ KS സനീഷ്, KSTF ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം NA അനുരാഗ്, SNV UP സ്കൂൾ ഹെഡ് മിസ്ട്രസ് PB സബിത, SNV UP സ്കൂൾ PTA പ്രസിഡന്റ് ശാന്തിനി ഷൺമുഖൻ, സംസ്കൃത കൗൺസിൽ ഉപജില്ലാ സെക്രട്ടറി PT സിജിന, സംസ്കൃത കൗൺസിൽ ഉപജില്ലാ ജോയിന്റ് സെക്രട്ടറി VS സൗമ്യ എന്നിവർ സംസാരിച്ചു. കുട്ടികളുടെ കലാപരിപാടികളും നടന്നു. ഓൾ കേരള ടൈലേഴ്സ് അസോസിയേഷൻ കയ്പമംഗലം ഏരിയ മെമ്പർഷിപ്പ് ക്യാമ്പയിൻ നടത്തി. ഓൾ കേരള ടൈലേഴ്സ് അസോസിയേഷൻ കയ്പമംഗലം ഏരിയ മെമ്പർഷിപ്പ് ക്യാമ്പയിൻ നടത്തി. ചന്ദ്രാപിന്നി NSS ഹാളിൽ നടന്ന ക്യാമ്പയിൻ AKTA ജില്ലാ കമ്മിറ്റി അംഗം ബിന്ദു ഷാജി ഉദ്ഘാടനം ചെയ്തു. ഏരിയ പ്രസിഡന്റ് KR പ്രകാശൻ അധ്യക്ഷത വഹിച്ചു. EP ജെയിംസ്, KK ഗോപാലകൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. ചടങ്ങിൽ യൂണിറ്റ് സെക്രട്ടറിമാർ, സ്വയം സഹായ സംഘങ്ങളിലെ കൺവീനർമാർക്ക് മെമ്പർഷിപ്പ് വിതരണം നടത്തി. എറണാകുളത്ത് വെച്ച് നമ്മുടെ തയ്യൽ തൊഴിലാളികൾ ഒരു സംഘടന രൂപീകരണം കൊടുത്തു. തയ്യൽ തൊഴിലാളികൾക്ക് വേണ്ടിയിട്ടൊരു സംഘടന രൂപീകരണം കൊടുത്തെങ്കിലും അത് പ്രാവർത്തികമാകാതെ പോയി. എന്നുവെച്ചാൽ പല രാഷ്ട്രീയത്തിൽപ്പെട്ട ആളുകളാണ് അതിന് മുന്നേറ്റം കൊടുത്തുകൊണ്ട് നമ്മൾക്ക് ഈ സംഘടന രൂപം കൊടുത്തത്. അതിൽ നിന്ന് മാറ്റം വന്ന് എറണാകുളത്ത് ഒരു തയ്യൽ തൊഴിലാളിയെ മർദ്ദിക്കുകയും ആ കട ഒഴിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ വന്നതിൻ്റെ ഭാഗമായിക്കൊണ്ട് എല്ലാവരും ഒത്തുകൂടി അതിക്ക് മുന്നോടിയായി വടക്കൻ മലബാറിൽ വെച്ചാൽ കണ്ണൂർ, കോഴിക്കോട്, മലപ്പുറം വരെയുള്ള ജില്ലകളെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് ഒരു KSTA എന്ന ഒരു സംഘടന, തയ്യൽ തൊഴിലാളികൾ സംഘടന രൂപീകരിച്ചിട്ടുണ്ടായിരുന്നു. ഓൾ കേരള ടൈലേഴ്സ് അസോസിയേഷൻ അന്തിക്കാട് ഏരിയയുടെ 78ഓളം വരുന്ന സ്വയം സഹായ സംഘങ്ങളിലേക്കുള്ള മെമ്പർഷിപ്പ് വിതരണവും CR ജയൻ അനുസ്മരണവും നടന്നു. അന്തിക്കാട് പാൽ സൊസൈറ്റി ഹാളിൽ ചേർന്ന യോഗം ജില്ലാ ജോയിന്റ് സെക്രട്ടറി KA ജോയ് ഉദ്ഘാടനം ചെയ്തു. അന്തിക്കാട് ഏരിയ പ്രസിഡന്റ് വിദ്യ മേജോ അധ്യക്ഷത വഹിച്ചു. തയ്യൽ തൊഴിലാളികളുടെ ഉൽപ്പന്നങ്ങളും ടൈലർ ടച്ച് ഉൽപ്പന്നങ്ങളുടെയും നല്ല രീതിയിലുള്ള വിൽപ്പന സാധ്യത മുന്നിൽ കണ്ട് മെമ്പർഷിപ്പിന് തുല്യമായ സാന്ത്വന പദ്ധതിയുടെ തുക 210 രൂപയിൽ നിന്ന് 110 രൂപയാക്കി കുറച്ചുകൊണ്ടാണ് 2025 മെമ്പർഷിപ്പ് വിതരണവും നടന്നത്. യോഗത്തിൽ ജിൻസി ഫ്രാൻസിസ്, VV ജിഷ, വിനീത സുരേഷ് തുടങ്ങിയവർ സംസാരിച്ചു. അവിടെ നാം മനസ്സിലാക്കേണ്ട കാര്യം, ഇന്നലെ വരെ നമ്മൾ സ്വതന്ത്ര തയ്യൽ തൊഴിലാളി പ്രസ്ഥാനം എന്നാണ് പറഞ്ഞിരുന്നത്. അങ്ങനെയാണല്ലോ അല്ലേ? നമുക്ക് രാഷ്ട്രീയമില്ല, ഞങ്ങൾ സ്വതന്ത്ര ട്രേഡ് യൂണിയൻ എന്നാണ് പറഞ്ഞിരുന്നത്. നമ്മൾ പേര് മാറ്റി, നമ്മൾ സ്വതന്ത്ര ട്രേഡ് യൂണിയൻ അല്ല, നമ്മളൊരു വർഗ രാഷ്ട്രീയ സ്വഭാവമുള്ള പ്രസ്ഥാനമായിട്ട് മാറും. അപ്പോൾ നമുക്ക് രാഷ്ട്രീയമുണ്ട്. അത് എന്ത് രാഷ്ട്രീയമാണ്? വർഗ രാഷ്ട്രീയമാണ്. ആ വർഗം ഏതാണ്? തയ്യൽ തൊഴിലാളിയുടെ വർഗമാണ്. അവരുടെ ഉന്നമനത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു രാഷ്ട്രീയ സംഘടനയായിട്ട് നമ്മൾ രൂപാന്തരപ്പെടുകയാണ്. ഒരിടവേള കൂടി.
മനം കവരും സ്വർണ്ണ വജ്രശോഭയിൽ മനോഹരമായ ഡിസൈനുകൾ, ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങളുടെ മികച്ച കളക്ഷൻസ്, 3 പതിറ്റാണ്ടിലേറെ പാരമ്പര്യത്തോടെ മുഗൾ ഗോൾഡൻ ഡയമണ്ട്സ്, തൃപ്രയാർ 3 പീടിക. ആദ്യമൊക്കെ ആളുകൾ എന്നെ കാണുമ്പോൾ ചോദിക്കുമായിരുന്നു, എന്താ നിന്റെ മുഖത്തൊരു ആത്മവിശ്വാസ കുറവെന്ന്. ഇപ്പൊ ചോദ്യം മാറി, എന്താ നിന്റെ മുഖത്തൊരു ഓവർ കോൺഫിഡൻസ് എന്നായി. സത്യത്തിൽ ഇത് ഓവർ കോൺഫിഡൻസ് അല്ല, കോൺഫിഡൻസ് ആണ്. ഡോക്ടർ ഷെൽവി കെ ശ്രീജിത്തിന്റെ നേതൃത്വത്തിൽ സ്പർശ ആയുർവേദിക് ബ്യൂട്ടി പാർലർ ആൻഡ് കോസ്മെറ്റോളജി ക്ലിനിക് നൽകുന്ന കോൺഫിഡൻസ്. മുഖക്കുരു, കറുത്ത പാടുകൾ, കരിമംഗല്യം, താരൻ, മുടികൊഴിച്ചൽ, അരിമ്പാറ എന്നിവയ്ക്ക് പൂർണ്ണമായും ആയുർവേദ ഔഷധങ്ങൾ ഉപയോഗിച്ചുള്ള ആയുർവേദ കോസ്മെറ്റോളജി ചികിത്സ. സ്പാ, പെഡിക്യൂർ, മാനിക്യൂർ, ആയുർവേദ ഫേഷ്യൽ, ഹെയർ കട്ട്, കളറിംഗ് തുടങ്ങി എല്ലാവിധ സർവീസുകളും ലഭ്യമാണ്. ഉഴിച്ചിൽ, പിഴിച്ചിൽ, ധാര, കിഴി തുടങ്ങി കേരളീയ ചികിത്സയ്ക്ക് പുറമെ പഞ്ചകർമ്മ ചികിത്സകളും ലഭ്യമാണ്. സ്പർശ ആയുർവേദ ക്ലിനിക് ആൻഡ് ആയുർവേദിക് ബ്യൂട്ടി പാർലർ നിയർ സൗത്ത് പെട്രോൾ പമ്പ്, തൃപ്രയാർ. ഇഷാര ഗോൾഡൻ ഡയമണ്ട്സ് ഇതാ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു മൺസൂൺ NRI ഫെസ്റ്റ്. ആന്റിക്, ചെട്ടിനാട്, നഗാസ്, പ്രഷ്യസ്, കുവൈറ്റ് കളക്ഷനുകൾ നിങ്ങൾക്ക് സ്വന്തമാക്കാം. സൗത്ത് ഇന്ത്യയിലെ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ. ഓഫർ വാലിഡ് ഫോർ എ ലിമിറ്റഡ് ടൈം. കൂടുതൽ വിവരങ്ങൾക്ക് ഞങ്ങളുടെ ഷോറൂം സന്ദർശിക്കുക. ഇഷാര ഗോൾഡൻ ഡയമണ്ട്സ് നിയർ വൈമാൾ, തൃപ്രയാർ. ഫോൺ 0487239997. മൊബൈൽ 9846125283, 9846125284. വാർത്തകൾ തുടരുന്നു. KSKTU മണലൂർ ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ VS അച്യുതാനന്ദൻ സ്മരണ സംഘടിപ്പിച്ചു. കാഞ്ഞാണി മരിയ ഓഡിറ്റോറിയത്തിൽ നടത്തിയ ചടങ്ങ് സംസ്ഥാന കമ്മിറ്റി അംഗം KA വിശ്വംഭരൻ ഉദ്ഘാടനം ചെയ്തു. മിനി മോഹൻദാസ് അധ്യക്ഷയായി. ജില്ലാ കമ്മിറ്റി അംഗം PA രമേശൻ അനുശോചന പ്രമേയം അവതരിപ്പിച്ചു. മുതിർന്ന കർഷക തൊഴിലാളി യൂണിയൻ നേതാവ് PK അരവിന്ദൻ പതാക ഉയർത്തി. ഏരിയ സെക്രട്ടറി KR ബാബുരാജ്, ജനാർദ്ദനൻ മണ്ണുമ്മൽ, KA ബാലകൃഷ്ണൻ, PA ഷൈൻ എന്നിവർ സംസാരിച്ചു. ആ കാലത്താണ് കുട്ടനാട്ടിൽ ചെന്ന് അവിടുത്തെ കർഷക തൊഴിലാളികളെ സംഘടിപ്പിക്കുക എന്ന ഏറ്റവും ദുഷ്കരമായ ജോലി ഏറ്റെടുക്കുന്നത്. അന്ന് കുട്ടനാട് നിയന്ത്രിച്ചിരുന്നത്, കുട്ടനാട് ഭരിച്ചിരുന്നത് കായൽ രാജാക്കന്മാർ. അവിടുത്തെ ഭൂമി മുഴുവൻ കായൽ ഭരിക്കൻ പോലുള്ള നിരവധിയായ ഇന്നത്തെ സ്വാമിനാഥന്റെ പിതാമഹന്മാരുടെയൊക്കെ സ്വന്തമായുള്ള ഭൂമിയാണ്. എല്ലാ ഭൂമിയും പാടശേഖരങ്ങളും അവരുടെ മാത്രം സ്വന്തമാണ്. അവിടെ പണിയെടുക്കാൻ മാത്രം വിധിക്കപ്പെട്ടവരാണ് അവിടുത്തെ കർഷക തൊഴിലാളികൾ. അവർക്ക് പണിയെടുത്താൽ കൂലിയില്ല. പാതിയും പതിരാണ് കൂലിയായി ലഭിക്കുക. പാതിയും പതിരായി കൂലി ലഭിക്കുന്ന കർഷക തൊഴിലാളികൾ, പട്ടിണിയും പരിവട്ടവുമായി രോഗങ്ങളുമായി ജീവിക്കുന്ന കർഷക തൊഴിലാളികൾ. അവിടെയാണ് സഖാവിന്റെ രാഷ്ട്രീയ പ്രവർത്തനം, സംഘടനാ പ്രവർത്തനം ആരംഭിച്ചത്. കമ്മ്യൂണിസ്റ്റ് നേതാവും മുൻ ആരോഗ്യമന്ത്രിയുമായിരുന്ന KP പ്രഭാകരന്റെ അനുസ്മരണം നടത്തി. അന്തിക്കാട് ചടയംമുറി സ്മാരകത്തിൽ രാവിലെ പുഷ്പാർച്ചന നടന്നു. തുടർന്ന് നടന്ന അനുസ്മരണ സമ്മേളനം മുൻ MP പന്ന്യൻ രവീന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. നിങ്ങൾ കേട്ടുകാണും ചരിത്രത്തിൽ KP, TC, CC അതുപോലുള്ള നേതാക്കന്മാരെന്ന് അധ്യാപക പ്രസ്ഥാനം ഉണ്ടാക്കി. ആ അധ്യാപക പ്രസ്ഥാനത്തിന് ആദ്യത്തെ സമരമാണ് TCയെ തിരിച്ചെടുക്കാൻ. ആ സമരത്തിൽ നമ്മൾ ജയിച്ചു. അതിനുശേഷം അധ്യാപക പ്രസ്ഥാനം ഉണ്ടായി. നിങ്ങൾക്കറിയാലോ, 57 കമ്മ്യൂണിസ്റ്റ് ഗവൺമെൻറ് ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രി ജോസഫ് മുണ്ടശ്ശേരിയുടെ ഒരു പുസ്തകമുണ്ട്, നിങ്ങൾ വായിച്ചു. ആ പുസ്തകത്തിലെ പേര് കുടഞ്ഞ ഇലകൾ, ജീവിതചരിത്ര. മുണ്ടശ്ശേരിയെ കാണാൻ ഒരു ദിവസം ഒരാൾ വരുന്നു. മന്ത്രിമാർ ഇന്നത്തെ പോലെ, ഇന്നത്തെ മന്ത്രിമാരെ കാണാൻ എളുപ്പമല്ല കേട്ടോ. ഇന്ന് മന്ത്രിമാരെ കാണാൻ പറഞ്ഞാൽ എളുപ്പമല്ല ചിലപ്പോൾ. അന്ന് മന്ത്രിമാരെ എങ്ങനെയും പോയി കാണാം. ചെന്നപ്പം ഒരു പോലീസുകാരൻ, എന്താ മന്ത്രിയെ കാണാൻ? ഇദ്ദേഹത്തെ കണ്ടപ്പോൾ പോലീസുകാരോട് ഇവനെ കാണാൻ കൊള്ളാമെന്ന് പറഞ്ഞ ഒരു പിച്ചക്കാരനെ പോലെയുണ്ട്. ഒരു മുറിക്കയ്യൻ ഷർട്ട്, ഒരു കണ്ണട നൂല് കൊണ്ട് കെട്ടിയ ഒരു കണ്ണട, ഒറ്റ മുണ്ട്, ഒരു ചെരുപ്പുണ്ട്. ആ ചെരുപ്പ് എന്ന് പറഞ്ഞാൽ കണ്ണി പൊട്ടിയ ചെരുപ്പ്. ഒരു പാവപ്പെട്ട മനുഷ്യൻ. ആ പോലീസുകാരൻ പറഞ്ഞ് കാണാൻ പറ്റില്ല. CPI സംസ്ഥാന കൗൺസിൽ അംഗം VS സുനിൽകുമാർ അധ്യക്ഷനായി. CPI തൃശൂർ ജില്ലാ സെക്രട്ടറി KG ശിവാനന്ദൻ മുഖ്യാതിഥിയായി. TR രമേഷ് കുമാർ, KP സന്ദീപ്, ഷീന പറയങ്ങാട്ടിൽ, ഷീല വിജയകുമാർ, KP രാജേന്ദ്രൻ, CC മുകുന്ദൻ MLA,
VR മനോജ്, KK ജോബി, CR മുരളീധരൻ, KK രാജേന്ദ്ര ബാബു, ഷീല വിജയകുമാർ, M സ്വർണലത എന്നിവർ സംസാരിച്ചു. ഹരിത കേരള മിഷന്റെ ഭാഗമായി ചങ്ങാതിക്ക് ഒരു തൈ പദ്ധതിയുടെ പഞ്ചായത്ത് തല ഉദ്ഘാടനം മണലൂർ GLP സ്കൂളിൽ നടത്തി. 2ാം ക്ലാസ്സിലെ അദ്വക് കൃഷ്ണയിൽ നിന്ന് തൈ ഏറ്റുവാങ്ങിക്കൊണ്ട് മണലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പദ്ധതിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പുഷ്പ വിശ്വംഭരൻ, പ്രധാനാധ്യാപിക EL ജോസി, PTA പ്രസിഡന്റ് സിവിത മനേഷ്, ഹരിത കേരളം മിഷൻ RP അഖില എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. PTA അംഗങ്ങൾ കാർഷിക പ്രചോദന കവിതാലാപനം നടത്തി. കുട്ടികൾ പരസ്പരം തൈകൾ കൈമാറി. ചെടിയെ പരിപാലിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പ്രകൃതി എന്ന് പറയുന്നത് പച്ചപ്പാണ്. ഇന്നാണ് ഞാൻ PGയിലേക്ക് പോയപ്പോൾ PG ഫോറസ്റ്റിനുള്ളിലേക്ക് കയറാൻ പറ്റി. അപ്പോൾ നമുക്ക് നോക്കുമ്പോഴാണ് നമ്മുടെ പ്രകൃതി എന്ന് പറയുന്നത് പച്ചപ്പ് എടുക്കുന്ന മലനിരകളുടെ ഒരു കൂമ്പാരാണ്. കേൾക്കണ്ട പറയുന്നത് ആ മലയൊക്കെ ഉള്ളത് കൊണ്ടാണ് നമുക്ക് മഴ കിട്ടുന്നത്. അപ്പോൾ പ്രകൃതിയെ സംരക്ഷിക്കണം, പച്ചപ്പിനെ സംരക്ഷിക്കണം, നമ്മുടെ മരങ്ങളെ സംരക്ഷിക്കണം. അത് നമുക്ക് കുഞ്ഞു കുട്ടികൾ ഇപ്പോൾ ഇവിടെ ഇരിക്കുന്ന ചെയർമാനോടോ അല്ലെങ്കിൽ ടീച്ചറോടോ പറഞ്ഞു കഴിഞ്ഞാലൊന്നും ഇങ്ങോട്ട് നിൽക്കുള്ളൂ. പക്ഷെ കുഞ്ഞു കുട്ടികൾക്ക് അത് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ അവരുടെ മനസ്സിൽ എന്ത് ചെയ്യും, ഇത് ചെയ്യും, നിറഞ്ഞു നിൽക്കും. ഇപ്പൊ കണ്ട ഓർക്കിഡിന്റെ ചെടി തെങ്ങിന്റെ എന്താ പറയാ നമ്മുടെ ചകിരിയുടെ ഉള്ളിലാണ് ഒരു മിടിക്ക് കൊണ്ടുവന്നത്. കറക്റ്റ് പരിപാലനമാണ് ചെയ്തിട്ടുള്ളത്. തളിക്കുളം നോർത്ത് GM LP സ്കൂളിൽ ഔഷധ ചെടികളുടെ ശേഖരണ മത്സരവും ഔഷധ കഞ്ഞി വിതരണവും നടത്തി. രക്ഷാകർത്താക്കളുടെ സഹകരണത്തോടെ വിവിധ ഔഷധ സസ്യങ്ങളും അവയെക്കുറിച്ചുള്ള ലഘുവിവരണവും കുട്ടികൾ കൊണ്ടുവന്നു. ഔഷധ സസ്യങ്ങളെക്കുറിച്ച് അധ്യാപകർക്ക് ബോധവൽക്കരണം നടത്തി. പഴയകാലത്തെ ചികിത്സാ രീതിയും നാടൻ ഔഷധങ്ങളുടെ പ്രാധാന്യവും PTA പ്രസിഡന്റ് ബിലിൻഡ മോഹൻ, SMC ചെയർമാൻ മുരളീധരൻ എന്നിവർ വിശദീകരിച്ചു. സ്കൂൾ ഹെഡ് മിസ്ട്രസ് ജീജ ദശപുഷ്പങ്ങളെ പരിചയപ്പെടുത്തി. SRG കൺവീനർ സുമ, എക്കോ ക്ലബ്ബ് കൺവീനർ സിൻസി സേവ്യർ എന്നിവർ സംസാരിച്ചു. അഖിലേന്ത്യാ മഹിളാ അസോസിയേഷൻ താന്യം തെക്ക് വില്ലേജ് സമ്മേളനം നടന്നു. സമ്മേളനത്തിന്റെ തുടക്കം കുറിച്ചുകൊണ്ട് മുതിർന്ന അംഗം PR സുശീല ടീച്ചർ പതാക ഉയർത്തി. കിഴിപ്പിള്ളിക്കര കുറീസ് ഹാളിൽ നടന്ന സമ്മേളനം സംസ്ഥാന കമ്മിറ്റി അംഗം KR സീത ഉദ്ഘാടനം ചെയ്തു. പ്രസിഡന്റ് ഷൈനി ബാലകൃഷ്ണൻ അധ്യക്ഷയായി. AB സുധ രക്തസാക്ഷി പ്രമേയവും KR പിങ്കി അനുശോചന പ്രമേയവും അവതരിപ്പിച്ചു. ഏരിയ സെക്രട്ടറി TR മീര സംഘടനാ റിപ്പോർട്ടും വില്ലേജ് സെക്രട്ടറി PK സീനത്ത് പ്രവർത്തന റിപ്പോർട്ടും അവതരിപ്പിച്ചു. സംഘാടക സമിതി ചെയർമാൻ TV മദന മോഹനൻ, അസോസിയേഷൻ നേതാക്കളായ TB മായ, PC ശ്രീദേവി, രതി അനിൽകുമാർ, VS പ്രവിത എന്നിവർ സംസാരിച്ചു. ഭാരവാഹികളായി ഷൈനി ബാലകൃഷ്ണൻ, PK സീനത്ത്, ബേബി സുരേന്ദ്രനാഥ് എന്നിവരെ തെരഞ്ഞെടുത്തു. ശ്രീനാരായണപുരത്തെ 2 ക്ഷേത്രങ്ങളിൽ മോഷണം. ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ ഭണ്ഡാരത്തിന്റെ താഴെ തകർത്ത പണം കവർന്നു. 7000 രൂപയോളം നഷ്ടപ്പെട്ടതായാണ് പ്രാഥമിക നിഗമനം. ക്ഷേത്രത്തിനകത്തുള്ള മറ്റൊരു ഭണ്ഡാരം തകർക്കാനും ശ്രമം നടത്തിയിട്ടുണ്ട്. SNDP യോഗത്തിന് കീഴിലുള്ള ശ്രീനാരായണപുരം അഞ്ചാംപരുത്തി ഉമാമഹേശ്വര ക്ഷേത്രത്തിലും മോഷണ ശ്രമം നടന്നു. ക്ഷേത്രത്തിലെ CCTV ക്യാമറ, ബക്കറ്റ്, കപ്പ്, തുണി എന്നിവ കൊണ്ട് മൂടിയാണ് ഭണ്ഡാരം തുറക്കാൻ ശ്രമം നടത്തിയത്. കഴിഞ്ഞ ദിവസം ക്ഷേത്ര കമ്മിറ്റി യോഗത്തിന് ശേഷം ഭാരവാഹികൾ എല്ലാ ഭണ്ഡാരവും തുറന്ന പണവും മറ്റു വഴിപാടുകളും എടുത്തു മാറ്റിയിരുന്നു. അതുകൊണ്ട് തന്നെ മോഷ്ടാവ് വെറുങ്കയോടെയാണ് മടങ്ങിയത്. മോഷ്ടാവിൻ്റെതാണെന്ന് കരുതുന്ന ദൃശ്യങ്ങൾ ക്യാമറയിൽ പതിഞ്ഞിട്ടുണ്ട്. തിങ്കളാഴ്ച രാവിലെയാണ് മോഷണ വിവരം അറിയുന്നത്. മതിലകം പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചു. ഇക്കഴിഞ്ഞ ദിവസം പെരിഞ്ഞനം കൊച്ചംകുളം പടിഞ്ഞാറ് വശത്തുള്ള ക്ഷേത്രത്തിലും മോഷണം നടന്നിരുന്നു. കേരള പ്രിന്റേഴ്സ് അസോസിയേഷൻ കൊടുങ്ങല്ലൂർ മേഖല റൂബി ജൂബിലി സമ്മേളനം നടത്തി. മതിലകം വ്യാപാര ഭവനിൽ നടന്ന സമ്മേളനം ജില്ലാ പ്രസിഡന്റ് സണ്ണി കുണ്ടുകുളം ഉദ്ഘാടനം ചെയ്തു. ചെറുകിട പ്രിന്റിംഗ് സ്ഥാപനങ്ങളെ ബാധിക്കുന്ന ഓൺലൈൻ ലൈസൻസ് പുതുക്കൽ സംബന്ധിച്ചുള്ള സങ്കീർണതകളും തെറ്റായ വ്യവസ്ഥകളും പരിഹരിക്കുന്നതിന് സർക്കാർ നടപടികൾ സ്വീകരിക്കണമെന്ന് സമ്മേളനം ആവശ്യപ്പെട്ടു. മേഖലാ പ്രസിഡന്റ് TL സത്യൻ അധ്യക്ഷത വഹിച്ചു. തദ്ദേശീയ തെരഞ്ഞെടുപ്പും അച്ചടി വർക്കുകളും എന്ന വിഷയത്തിൽ സംസ്ഥാന വൈസ് പ്രസിഡന്റ് രാജീവ് ഉപ്പത്ത് ക്ലാസ് നയിച്ചു. ജില്ലാ സെക്രട്ടറി P ബിജു വിദ്യാഭ്യാസ പുരസ്കാര സമർപ്പണം നടത്തി. മേഖലാ സെക്രട്ടറി സുനിൽ P മതിലകം വാർഷിക റിപ്പോർട്ടും മേഖലാ ട്രഷറർ PK അലി വരവ് ചെലവ് കണക്കുകളും അവതരിപ്പിച്ചു. ജില്ലാ ട്രഷറർ CK ഷിജുമോൻ, നാട്ടിക മേഖലാ പ്രസിഡന്റ് ജോസ് താടിക്കാരൻ, മേഖലാ വൈസ് പ്രസിഡന്റ് KS വിപിൻ എന്നിവർ സംസാരിച്ചു. കേരള ബാലസാഹിത്യ അക്കാദമി പുരസ്കാരം ലഭിച്ച സുനിൽ P മതിലകത്തെ ചടങ്ങിൽ ആദരിച്ചു.
ചുരുങ്ങിയ കാലയളവിനുള്ളിൽ സന്നദ്ധ സേവന പ്രവർത്തനങ്ങളിലൂടെ ജനശ്രദ്ധ നേടിയ ഓട്ടോ സ്ക്വാഡ് ഓട്ടോ തൊഴിലാളി കൂട്ടായ്മയുടെ വാർഷികാഘോഷവും പൊതുയോഗവും പുതിയ അംഗങ്ങളുടെ സ്വീകരണവും നടന്നു. വടനപ്പള്ളി ലയൺസ് ക്ലബ് ഹാളിൽ നടത്തിയ ചടങ്ങ് വടനപ്പള്ളി പോലീസ് SI സനന്ദ് ഉദ്ഘാടനം ചെയ്തു. TK പ്രശാന്ത് അധ്യക്ഷത വഹിച്ചു. പ്രസിഡന്റ് ജസീബ്, നൌഫൽ, അഫ്സൽ, റിനു, ഹരിപ്രസാദ്, അംബു, ഫൈസൽ തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് വിവിധ കലാപരിപാടികളും സ്നേഹവിരുന്നുമുണ്ടായിരുന്നു. അപ്പോൾ അത് വളരെ നല്ലൊരു കാര്യമാണ്, പ്രത്യേകിച്ച് ഈ ഒരു കാലഘട്ടത്തിൽ. അപ്പോൾ അതിന് ഞാൻ ആദ്യം തന്നെ ഒരു ആശംസ അറിയിക്കുകയാണ് എല്ലാവർക്കും. പിന്നെ എനിക്ക് പറയാനുള്ളത്, ഇങ്ങനത്തെ കൂട്ടായ്മകൾ പോലീസിനെ എപ്പോഴും ഒരു ലൈസണായിട്ട് നിൽക്കണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ഇങ്ങനത്തെ ഇപ്പോഴത്തെ ഈ ലഹരിയുടെ കാലഘട്ടത്തിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ വളരെയേറെയാണ്. ഇപ്പോൾ സമൂഹത്തിൽ ഏറ്റവും കൂടുതൽ പ്രശ്നമായിട്ട് വരുന്നത് ഈ ലഹരി തന്നെയാണ്. അപ്പോൾ ഇപ്പോൾ പല മാധ്യമങ്ങളിലൂടെയും പോലീസിനെ അറിയിക്കാൻ, പോലീസിൻ്റെ ശ്രദ്ധയിൽ വിവരങ്ങൾ കൊണ്ടുവരാൻ നിങ്ങൾക്ക് പല മാധ്യമങ്ങളുമുണ്ട്. അഖില ഭാരത നാരായണീയ മഹോത്സവ സമിതിയുടെ ആഭിമുഖ്യത്തിൽ ഒക്ടോബർ 5 മുതൽ 11 വരെ ഗുരുവായൂരിൽ നടത്തുന്ന വൈകുണ്ഠാമൃതത്തിന് മുന്നോടിയായി തൃപ്പയാർ മേഖലാ സമിതി രൂപീകരിച്ച് ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ തരണില്ലൂർ പത്മനാഭൻ നമ്പൂതിരിപ്പാട് ദീപ പ്രോജ്വലനം നടത്തി ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ അഖില ഭാരത നാരായണീയ സമിതി മധ്യമേഖലാ പ്രസിഡന്റ് PS നന്ദകുമാർ അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന ട്രഷറർ R നാരായണപിള്ള മുഖ്യ പ്രഭാഷണവും, ഊരായ്മ പ്രതിനിധി പുന്നപ്പള്ളി ഉണ്ണികൃഷ്ണൻ നമ്പൂതിരി, ദേവസ്വം മാനേജർ മനോജ്, പെരിങ്ങോട്ടുകര കൾച്ചറൽ ആൻഡ് ചാരിറ്റബിൾ സൊസൈറ്റി സെക്രട്ടറി രാമൻ നമ്പൂതിരി, ശ്രീരാമചന്ദ്ര സേവ റിലീജിയസ് ആൻഡ് ചാരിറ്റബിൾ ട്രസ്റ്റ് ചെയർമാൻ PG നായർ, കൺവീനർ UP കൃഷ്ണനുണ്ണി, ട്രഷറർ മാധവ മേനോൻ, ഉഷ ടീച്ചർ, താര ടീച്ചർ, കായംപിള്ളി എന്നിവർ സംസാരിച്ചു. മേഖലാ പ്രസിഡന്റായി രാമൻ നമ്പൂതിരിയെയും സെക്രട്ടറിയായി UP കൃഷ്ണനുണ്ണിയെയും രക്ഷാധികാരികളായി ബ്രഹ്മശ്രീ പത്മനാഭൻ നമ്പൂതിരിപ്പാട്, PG നായർ, ഉണ്ണികൃഷ്ണൻ നമ്പൂതിരിപ്പാട്, മനോജിനെയും തൃപ്പയാർ മേഖലാ കോർഡിനേറ്ററായി ഉഷ ടീച്ചറെയും തിരഞ്ഞെടുത്തു. വടനപ്പള്ളി RCUP സ്കൂളിന് കിഴക്ക് താമസിക്കുന്ന കൂളത്ത് പരേതനായ ദിവാകരന്റെ മകൻ സത്യൻ അന്തരിച്ചു. 58 വയസ്സായിരുന്നു. ഭാര്യ സജി, മക്കൾ സമിത, സരൂജ്, മരുമക്കൾ റെനിറ്റ. വടനപ്പള്ളി നടുവിൽക്കര തെക്കേ റേഷൻ കടയുടെ കിഴക്ക് കരിഞ്ചറ്റ് സുഭാഷിന്റെ ഭാര്യ നിഷ അന്തരിച്ചു. 46 വയസ്സായിരുന്നു. മക്കൾ ചന്ദന, അക്ഷയ്, സൂർജിത്ത്, മരുമകൻ ഫിറോസ്. കാരമുക്ക് 13-ാം വാർഡിൽ 4 സെന്റ് റോഡിൽ ചെറിയത്ത് അപ്പുക്കുട്ടിയുടെ മകനും 16-ാം നമ്പർ സഹകരണ ബാങ്ക് കളക്ഷൻ ജീവനക്കാരനുമായ CK മുരളി അന്തരിച്ചു. 51 വയസ്സായിരുന്നു. സംസ്കാരം പിന്നീട്. എടമട്ടം സൊസൈറ്റിക്ക് സമീപം പാണപറമ്പിൽ അപ്പുവിന്റെ മകൻ രാജൻ അന്തരിച്ചു. 71 വയസ്സായിരുന്നു. സംസ്കാരം ചൊവ്വാഴ്ച രാവിലെ 10-ന് വീട്ടുവളപ്പിൽ. താന്യം വെള്ളിയാഴ്ച ചന്തയ്ക്ക് സമീപം കാളിപ്പറമ്പിൽ കുഞ്ഞുണ്ണിയുടെ മകൻ തിലകൻ അന്തരിച്ചു. 80 വയസ്സായിരുന്നു. സംസ്കാരം ചൊവ്വാഴ്ച രാവിലെ 10-ന് വീട്ടുവളപ്പിൽ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. വെള്ളം ഇറങ്ങി, പുള്ളിലെ വിനോദസഞ്ചാര മേഖല ഉണർന്നു. മതിലകത്ത് ഓട്ടോ ഡ്രൈവറെ ആക്രമിച്ച് പരിക്കേൽപ്പിച്ച കേസിലെ പ്രതിയെ അറസ്റ്റ് ചെയ്തു. തൃപ്പയാർ ജലോത്സവത്തിന്റെ സംഘാടക സമിതി ഓഫീസ് ഉദ്ഘാടനം ചെയ്തു. ഇതോടെ വാർത്തകൾ സമാപിക്കുന്നു. നമസ്കാരം.